ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു നെറ്റ് കോട്ട സാരിയാണ്. ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്നു. സൈഡിൽ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. പല്ലു എങ്ങനെയാണ് വരിക? ഒരു സൈഡിൽ ഫുള്ളായിട്ടും ഡിസൈൻ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെയാണിത്. ഹാഫായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. വിത്ത് ബ്ലൗസുമാണ്. അപ്പോൾ ഇതിൻ്റെ പല ഷെയ്ഡുകളുണ്ട്. നമുക്കതൊന്ന് കാണാം. ഇത് ഒരു നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യാനും അതുപോലെ വാഷ് ചെയ്ത് യൂസ് ചെയ്യാനും പെട്ടെന്ന് യൂസ് ചെയ്യാനും ഒക്കെ ഒരു നല്ലൊരു സാരിയാണിത്. നമുക്കതിൻ്റെ കളറുകൾ ഓരോന്നായിട്ട് കാണാം. നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണിത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടും ഈ വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരുന്നത്. സൈഡിൽ ഒരു ക്രോഷ്യോ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണിത് ഓൾ ഓവർ വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 685 ആണ്. മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരിക കേട്ടോ. ബോഡി പാർട്ടിൽ ചെറിയ ഒരേ ഫ്ലവേഴ്സ് എംബ്രോയ്ഡറി വർക്കായിട്ട് വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴും ഇങ്ങനെ തന്നെ വരുന്നു. ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് നല്ല തിക്കായിട്ടും വരുന്നുണ്ട്. നല്ലൊരു നെറ്റ് കോട്ടയിലാണ്. നമുക്ക് വാഷബിളാണ്. ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സാരിയാണ്. ഈ സൈഡിൽ ഈ ഡിസൈൻ ഓൾ ഓവർ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തേക്കുന്നു. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നു. റേറ്റ് വരുന്നത് 685 ആണ്. ഇതൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ബോഡി പാർട്ടിൽ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരു വൈറ്റ് ഷെയ്ഡിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് ബോഡി പാർട്ട് വരുന്നത്. നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണ്. സ്റ്റാർച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസ് ലാവണ്ടർ ഷെയ്ഡിൽ വൈറ്റ് എംബ്രോയ്ഡറി വർക്കായിട്ടാണ് വരിക. റേറ്റ് വരുന്നത് 685. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ അതിനെ ഒന്നുകൂടി ഒന്ന് വിടർത്തി കാണിച്ചതാണ്. രണ്ട് സൈഡിലും ഈ ക്രോഷ്യോ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെയും പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഇങ്ങനെയും ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നു. അതുപോലെ സ്കാറ്റേർഡായിട്ട് ചെറിയ ഫ്ലവേഴ്സായിട്ട് വൈറ്റ് ഷെയ്ഡിൽ ആ എംബ്രോയ്ഡറി വർക്കും വരുന്നു. ഇങ്ങനെയാണ് ഇതിൽ വരുന്ന ഈ ഡിസൈൻ. ഓൾ ഓവർ ലോവർ പോർഷനിൽ വരുന്നുണ്ട്. ഇങ്ങനെ പല്ലു വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ട് വരുന്നു. അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഒരു ക്രോഷ്യോ ലേസൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റേറ്റും വരുന്നത് 685. നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷേ അതിന് നല്ല കോമ്പിനേഷനായിട്ട് തന്നെയാണ് ഈ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. അത് തന്നെയാണ് അതിനൊരു ഹൈലൈറ്റ് ചെയ്യുന്നതും. കാരണം റേറ്റ് ആണെങ്കിലും വളരെ അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത്. 685. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവും വരിക. നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സാരിയാണ്. ടാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസുമാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. നമുക്കിതിനെ 1 ലെയർ ആയിട്ടോ അതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ് എടുത്തിട്ടും അങ്ങനെ നമുക്കിതിനെ വെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. ഹാഫായിട്ട് തന്നെ ആ എംബ്രോയ്ഡറി വർക്കും വരുന്നു. ഇതും നല്ലൊരു കളർ ഷെയ്ഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡിൽ. ഇതിലും ആ വൈറ്റ് എംബ്രോയ്ഡറി വർക്കും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിലും സൈഡിൽ ആ തിക്കായിട്ട് വരുന്നു. അതുപോലെ സ്കാറ്റേർഡായിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. ഹാഫായിട്ട് തന്നെ ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. രണ്ട് സൈഡിലും ഈ ക്രോഷ്യോ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഡിസൈൻ ഇതിൻ്റെ ലോവർ പോർഷനിൽ കംപ്ലീറ്റും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൽ വരുന്ന ഡിസൈൻ. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ട് വരുന്നു. അപ്പോൾ ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ ഷെയ്ഡിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് പെട്ടെന്നൊന്ന് വെയർ ചെയ്യാനൊക്കെ നല്ലൊരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 685. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ റേറ്റിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. 785 ആണ് വന്നിരിക്കുന്നത്. ബോഡി പാർട്ടിൽ അതുപോലെ തന്നെ ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ടിൽ വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിലുള്ള ഡാസിൽസ് ഇതേ രീതിയിലും വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടൊക്കെ കൂടിയാണ് ആ 100 രൂപയുടെ മാറ്റം. വേണ്ടോ? ഇങ്ങനെയാണ് വിത്ത് ബ്ലൗസ്.
പിന്നെ ഫ്ലീറ്റിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 785 ആണ്. ഇതൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ടിൽ ഈ എംബ്രോയ്ഡറി വർക്കുകൾ വന്നിരിക്കുന്നത്. ഈ സൈഡിൽ ഇതിന് ബോർഡർ വരുന്നു. അതുപോലെ തിക്കായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് ഒരു ഈ മെറൂണിൻ്റെ ഒരു പീച്ച് ഷെയ്ഡിലാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് പല്ലു വരിക. ഇങ്ങനെ ഇതിൻ്റെ പല്ലു വരുന്നു. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്ത് വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നൊരു സാരി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 785 ആണ്. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.